എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു വലിയ ബീസ്റ്റിനെയാണ്. ആ സിറ്റി മുഴുവനായിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിന്റെ മുൻപിലോട്ട് ഒരാൾ വരുന്നു. തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ മോൺസ്റ്ററിനെ അയാൾ കെട്ടിയിടുന്നു. തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഒരു വലിയ വാൾ ക്രിയേറ്റ് ചെയ്ത് അതിനങ്ങ് കൊന്നുകളയാണ് ആ മജീഷ്യൻ. ഹ്യൂമാനിറ്റിക്ക് വേണ്ടി പോരാടുന്നവർക്ക് മാത്രമേ ഏത് ദുഷ്ടശക്തിയെ ഇല്ലാതാക്കാൻ സാധിക്കൂ. എന്നാ ആ ഒരേ ഒരാൾ എല്ലാവരുടെ ജീവനും വേണ്ടി പോരാടിയിരിക്കുന്നു. സോ അവർ ചെയ്ത ആ കാര്യം അവരെ ഒരു വിസാർഡ് കിങ് ആക്കി മാറ്റി. പിന്നീട് ആ കഥയും ഒരു ലെജൻഡ് ആയിട്ട് മാറി. പിന്നീട് നമ്മൾ കാണുന്നത് ക്ലോവർ കിങ്ഡത്തിലെ റോയൽ ക്യാപിറ്റലാണ്. ആ വിസാർഡ് കിങ് എന്ന ആ പദവി ഓരോ കാലഘട്ടമായിട്ട് ഓരോരുത്തരുടെ കയ്യിലോട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. മാജിക് നൈറ്റ്സ് മനുഷ്യരെ എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. മാജിക് നൈറ്റ് എന്ന് പറയുന്നത് മൊത്തം 9 സ്ക്വാഡ്സ് ആണ്. അതിൽ ഓരോ സ്ക്വാഡിലെയും പവേഴ്സ് വളരെയധികം ഡിഫറെന്റ് ആയിരിക്കും. ഇവരെല്ലാവരും വിസാർഡ് കിങ്ങിന് കീഴിലാണ് ജോലി ചെയ്യുന്നത്. ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാജിക് നൈറ്റ്സ് അവരുടെ ജീവൻ പോലും കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. ക്ലോവർ കിങ്ഡത്തിലെ എല്ലാവരും മാജിക് നൈറ്റ് അല്ലെങ്കിൽ വിസാർഡ് കിങ് ആവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് തനിക്ക് കിട്ടിയ ആ വലിയ സോഡ് ഉപയോഗിച്ച് ആ മോൺസ്റ്ററിന്റെ സ്കെലിറ്റന്റെ അകത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്തേനയാണ്. തന്റെ കയ്യിൽ മാജിക് പവേഴ്സ് ഇല്ലെങ്കിൽ പോലും അവന്റെ ബോഡി എപ്പോഴും സ്ട്രോങ് ആയിട്ട് വെക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അവൻ മോഗ്രോ ലീഫ് ജ്യൂസ് കുടിക്കുന്നു. അവിടെയുള്ള ഒരു ചെടിയുടെ ഇലയിൽ നിന്നുണ്ടാക്കുന്ന ഒരു തരം ജ്യൂസ് ആണത്. അത് അവന് വളരെയധികം എനർജി കൊടുക്കുന്നുണ്ടെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ഇതേ സമയമാണ് അവനെ നോക്കിക്കൊണ്ടൊരു ബേർഡ് അവിടെ ഇരിക്കുന്നത് അവൻ കാണുന്നത്. ഓ, നിനക്ക് വേണോ എന്ന് അവൻ അതിനോട് ചോദിക്കുന്നു. എന്നാൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അത് അവിടെ നിന്നും പറന്നു പോകുന്നു. പിന്നീട് അവന് കിട്ടിയ ഗ്രിംവെയർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആസ്ത. എന്റെ കയ്യിൽ മാജിക് പവർ ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിയെടുക്കും എന്ന് പറഞ്ഞ് വീണ്ടും അവൻ ട്രെയിനിങ് ചെയ്യുന്നു. തീർച്ചയായിട്ടും യൂനോയു സ്പെഷ്യൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ അവനേക്കാൾ ഇംപ്രൂവ് ആയേ പറ്റൂ എനിക്ക് എന്ന് പറഞ്ഞ് അവൻ വളരെ ശക്തിയിൽ ട്രെയിനിങ് ചെയ്യുന്നു. സോ 6 മാസം കഴിഞ്ഞ ക്ലോവർ കിങ്ഡത്തിലെ റോയൽ ക്യാപിറ്റലിൽ വെച്ചൊരു എക്സാം നടക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് മാജിക് നൈറ്റ് ആവാൻ യോഗ്യതയുള്ളതെന്ന് അവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത്. സോ യൂനോയും ആസ്തയും അതിൽ പങ്കെടുക്കാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യുന്നു. തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് ഒരു വലിയ പാറ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പൊട്ടിച്ചു കളയുവാണ് യൂനോ. ഇവർ ചെയ്യുന്ന ട്രെയിനിങ് വളരെ ഡിഫറെന്റ് ആണെങ്കിലും ഇവർ എത്താൻ പോകുന്ന സ്ഥലം സെയിം ആണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഫാദറിനെയും സിസ്റ്റർ ലില്ലിനെയും ആണ്. ഗ്രിമോവർ ടവറിന്റെ മാസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ആസ്തയെ നിങ്ങൾ ആ എക്സാമിലോട്ട് പറഞ്ഞു വിടണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ പോയിരിക്കണം. നല്ലത് മാത്രമേ നടക്കൂ. എന്നാ ഫാദറിന് ആസ്തയെ പറഞ്ഞു വിടുന്നതിൽ തീരെ താല്പര്യമില്ല. കാരണം പുറമെ ആസ്തയോട് വലിയ സ്നേഹത്തിൽ പെരുമാറുന്നില്ലെങ്കിലും ഫാദറിന് ആസ്തയെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ പോയി കഴിഞ്ഞാൽ ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്യില്ലേ? ഞാൻ മാത്രമല്ല, സിസ്റ്റർ ലില്ലിയും മറ്റു കുട്ടികളെല്ലാവരും അവനെ ഒരുപാട് മിസ് ചെയ്യും. അതെ, തീർച്ചയായിട്ടും അവർ പോയി വരുന്നവരെ നമ്മൾ അവരെ മിസ് ചെയ്യും. പക്ഷെ നമ്മൾ തനിച്ചല്ലല്ലോ എന്ന് പറയുവാണ് സിസ്റ്റർ ലില്ലി. ആ ശരി, എന്തെങ്കിലും ചെയ്യ്. ചെറുപ്പം തൊട്ടേ ഞാനല്ലേ അവരെ വളർത്തിയ, അതുകൊണ്ട് എന്തോ അവര് പോകുമ്പോ ചെറിയൊരു വിഷമം. എനിക്കറിയാം നിങ്ങളുടെ വിഷമം എന്തോ ആണെന്ന്. അവരെപ്പോഴും ആ ചർച്ചിൽ തന്നെ ഇരിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷെ അവരുടെ ആഗ്രഹങ്ങളും നമ്മൾ നോക്കണ്ടേ? അതെ അതെ, യൂനോ തീർച്ചയായിട്ടും ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇനി ആസ്ത എങ്ങാനും തോറ്റുപോയാ അവൻ തീർച്ചയായിട്ടും തിരിച്ചു വരുമല്ലോ എന്നാ മാസ്റ്ററും പറയുന്നു. അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി നിൽക്കുന്നേ. അത് ശരി, അത് വിട്. അവന് കിട്ടിയ ആ ബുക്ക് അത് നിങ്ങൾ കണ്ടിരുന്നോ? അതൊരു ഗ്രിംപവർ ആണോ? പക്ഷെ അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. കാരണം അവന് മാജിക് പവർ പോലും ഇല്ല. ഇത് കേട്ട് ആ മാസ്റ്റർ അവൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഇതെങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കും കിട്ടി എന്റെ ഗ്രിംപവർ എന്ന് വളരെ ആകാംക്ഷയോടെ അവൻ പറയുന്നത് മാസ്റ്റർ ആലോചിക്കുന്നു. ഇതൊരു 5 ലീഫ് ക്ലോവർ ആണ്, പക്ഷേ അതെങ്ങനെ? പിന്നീട് നമ്മൾ കാണുന്നത് വളരെ വേഗത്തിൽ ആ ചർച്ചിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആസ്തേനയാണ്. ഇത് കണ്ട് യൂനോ അവന്റെ പുറകെ ഓടുന്നു. ആരാദ്യത്തെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മത്സരിക്കുന്നു. യൂനോയും ആസ്തയും കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്നു. ഹേ യൂനോ, ആസ്ത, ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു? അത് വിട്, ആരാദ്യം എത്തിയേ എന്ന് ചോദിക്കുകയാണ് ആസ്ത. ഏകദേശം രണ്ടുപേരും ഒരേ സമയത്തായി എത്തിയേ, പക്ഷെ യൂനോ നിന്നെക്കാൾ കുറച്ച് മുൻപിലായിരുന്നു. ഇത് കേട്ട ആസ്തയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നീ ശരിക്കും കണ്ടോടാ, നീ എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയല്ലേ? ശരി, അത് വിട്, നമുക്ക് ആദ്യം ചർച്ചിലോട്ട് ആരെത്തുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് അവൻ ഓടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് യൂനോ അവന്റെ മേജിക് ഉപയോഗിച്ച് അവനെ ആകാശത്തോട്ട് പറത്തുന്നു. അതിനെന്താ അത്ര സംശയം? ഇതും ഞാൻ തന്നെ. പിന്നീട് നമ്മൾ കാണുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആസ്തേനെയും യൂനോയെയും മറ്റുള്ളവരെയാണ്. തീർച്ചയായിട്ടും ഒരു ദിവസം ഞാനൊരു വിസാർഡ് കിങ് ആയി മാറിയിരിക്കും എന്ന് ഉറക്കത്തിൽ പോലും പറയുവാണ് ആസ്ത. എന്നാൽ ഇതെല്ലാം തന്നെ നാസ് കാണുന്നുണ്ട്. പിറ്റേ ദിവസം ആസ്ത ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നാഷ് അങ്ങോട്ട് വരുന്നു. ഹേ ആസ്ത, മാജിക്കിന്റെ ഒരു തരി പോലും നിന്റെ 7 അയലത്ത് കൂടെ പോയിട്ടില്ല. അങ്ങനെയുള്ള നീ എങ്ങനെയാ മാജിക് നൈറ്റ് എക്സാമിൽ പാസ്സാവാൻ പോകുന്നേ? ഹേയ് നാഷ്, ഇപ്പൊ എന്റെ കയ്യിൽ ഈ ഗ്രിമോയർ ഉണ്ട്. തീർച്ചയായിട്ടും നീ വിചാരിക്കുന്ന പോലെയല്ല, ആ എക്സാമിൽ ഞാൻ പാസ്സായിരിക്കും. തീർച്ചയായിട്ടും ഒരു ദിവസം ഞാനൊരു വിസാർഡ് കിങ്. അത് നടക്കില്ല. സാധാരണക്കാരും അനാഥരായിട്ടുള്ള നമ്മളെ പോലെയുള്ളവരൊന്നും ഇതുപോലത്തെ സ്വപ്നം കാണാൻ പാടില്ല. നമ്മളെ പോലെയുള്ളവർക്ക് ഇങ്ങനൊരു സ്വപ്നം തന്നെ ഉണ്ടാവാൻ പാടില്ല. ഹേയ് നാഷ്, നിനക്ക് എന്തു പറ്റി? നീ ഓക്കെ അല്ലേ?
എന്ന് പറഞ്ഞ ആസ്ത അവന്റെ അടുത്തോട്ട് വരുന്നു. ഹേയ്, ഒരിക്കലും കൊച്ചുകുട്ടികളെ പോലെ തോറ്റു കൊടുക്കരുത്. ഗിവപ്പ് ചെയ്യുന്നവർ ഒരിക്കലും ലൈഫിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. നീ എന്നെ നോക്ക, എന്റെ ഈ സ്വപ്നം ഞാൻ നടത്തി കാണിച്ചു തരും. നീ ഒരു പക്ഷേ ഒരു സാധാരണക്കാരനും ഒരു അനാഥനും ആയിരിക്കാം, എന്ന ഈ ലോകത്തുള്ള എന്ത് കാര്യവും നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിനക്ക് സാധിച്ചെടുക്കണമെങ്കിൽ, നമ്മുടെ ചുറ്റിലുള്ളവരെല്ലാവരും ഹാപ്പി ആയിരിക്കണമെങ്കിൽ നീ ഒരുപാടധികം ഹാർഡ് വർക്ക് ചെയ്ത് അത് നേടിയെടുത്തേ പറ്റൂ. സോ ആ എക്സാമിൽ ഞാൻ പാസ്സാവും. വിസൈഡ് കിങ് എന്ന എന്റെ സ്വപ്നം ഞാൻ നിറവേറ്റി കാണിച്ചു തരാം എന്ന് വളരെയധികം കോൺഫിഡൻസോട് കൂടി പറയുവാണ് ആസ്ത. അങ്ങനെ 6 മാസങ്ങൾ കടന്നു പോകുന്നു. ഹേ യുനോ, ആസ്ത, നാളെ നിങ്ങൾ ഇവിടെ നിന്നും പുറപ്പെടാൻ വേണ്ടി പോവുകയാണ്. വരാനിരിക്കുന്ന ആ എക്സാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചേ പറ്റൂ. യുനോ, നീ അതിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആസ്ത, നീ ഇനി തോറ്റു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം. ഞങ്ങൾ എല്ലാവരും നിന്നെ ഒരുപാടധികം മിസ് ചെയ്യും. യുനോ, നിന്നെയും എന്ന് പറയുവാണ് ഫാദർ. സോ ആസ്ത തോൽക്കുമെന്ന് അവിടെയുള്ള എല്ലാവർക്കും ഉറപ്പാണ്. അവന്റെ ഒരു ആഗ്രഹം കാരണം മാത്രമാണ് അവനെ ആ കോമ്പറ്റീഷനിലോട്ട് പറഞ്ഞയക്കുന്നത്. ഹേയ്, നിങ്ങൾ ആരും ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാൻ അതിൽ പാസ്സാവും. ഞാനൊരു വിസൈഡ് കിങ് ആയി മാറിയിരിക്കും. പിന്നീട് സിസ്റ്റർ ലില്ലി, ഞാൻ നിങ്ങളെ എന്റെ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും സിസ്റ്റർ ലില്ലി അവനെ അടിച്ച് സ്റ്റിക്കർ ആക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. അവരുടെ ആ ഗ്രാമത്തിൽ നിന്നും ഒരുപാട് ദൂരെയുള്ള റോയൽ ക്യാപിറ്റലോട്ട് അവർ പുറപ്പെടാൻ നിൽക്കുന്നു. ഹേ യുനോ, അവിടെ എത്തിയതിനു ശേഷം ലെറ്റർ അയക്കാൻ മറക്കല്ലേട്ടോ. നിങ്ങൾ അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കുക. എന്നാ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണോട്ടോ എന്ന് ഓരോ കുട്ടികളായിട്ട് പറയുന്നു. ആസ്ത തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. കാരണം അവൻ തോൽക്കാൻ വേണ്ടിട്ടാ പോകുന്നേ. ഹേയ് കമോൺ നാഷ്, എന്താ ഇത്? നീ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിനക്ക് തന്നെ അറിയാം ആസ്ത. അത് വളരെയധികം വലുതാണ്. നീ ഒരുപക്ഷെ മാജിക് നൈറ്റിൽ ചേർന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്വപ്നമെല്ലാം നിറവേറ്റാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. പിന്നീട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഒരു ദിവസം ഞാനും മാജിക് നൈറ്റ് ആയി മാറിയിരിക്കും എന്ന് പറയാണ് നാഷ്. ഓ, തീർച്ചയായിട്ടും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും നാഷ് എന്ന് ആസ്തയും പറയുന്നു. ശരി, ടൈമായി, നമുക്ക് പോവാം എന്ന് പറയാണ് യുനോ. സോ രണ്ടുപേരും അവിടെ നിന്നും പുറപ്പെടുന്നു. എന്നാൽ അവർ രണ്ടുപേരും പോകുന്നത് നോക്കിക്കൊണ്ടേ നിൽക്കുവാണ്. സിസ്റ്റർ ലില്ലി, യുനോവും ആസ്തവും വളരെ പെട്ടെന്നാണ് വളർന്നത്. എന്നെ കൊണ്ട് അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആസ്തയെ ഞാൻ കണ്ട ആദ്യ ദിവസം തൊട്ട് ഈ നിമിഷം വരെയും അവൻ അതേ എനർജിയോടെയാണ് നിൽക്കുന്നത്. എന്നാൽ യുനോ, അവൻ ഒരുപാടധികം വളർന്നു, ഒരുപാടധികം മെച്ചൂറായി. നിങ്ങളെ ആലോചിക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു. സൂക്ഷിച്ച് പോയിട്ട് വാ കുട്ടികളെ. അങ്ങനെ മാജിക് നൈറ്റിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി അവർ രണ്ടുപേരും റോയൽ ക്യാപിറ്റലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റോയൽ ക്യാപിറ്റലോ? അതെങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും വിസൈഡ് കിങ്ങിനെ എനിക്ക് കാണണം. ഓ, അതിന് നീ ആദ്യം ആ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്തേ പറ്റൂ എന്ന് യോനി അവനോട് പറയുന്നു. ഓ, എനിക്ക് ഒരുപാടധികം സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞ് അവൻ ഒരുപാടധികം എക്സൈറ്റ് ആവുന്നു. ശരി, പെട്ടെന്ന് വാ, എനിക്ക് പെട്ടെന്ന് പോയിട്ട് വേണം എക്സാം ക്ലിയർ ചെയ്ത് ഒരു വിസൈഡ് കിങ് ആയി മാറാൻ. ഇതേ സമയമാണ് ഒരു വിസൈഡ് കിങ് ആയതുപോലെ അവൻ ഇമാജിൻ ചെയ്യുന്നത്. ഹേയ് സിസ്റ്റർ ലില്ലി, ഓ സോറി മൈ ഡാർലിംഗ്, എന്റെ കൂടെ ഒരു റൈഡിന് വരുന്നോ എന്ന് പറഞ്ഞ് സിസ്റ്റർ ലില്ലിയും പുറകിൽ വെച്ച് അവൻ അവിടെ നിന്നും പറന്നു പോകുന്നു. സോ ആക്ച്വലി പുള്ളി ഒരു കമ്പും കഷ്ണവും വെച്ചുകൊണ്ടായിരുന്നു അത് ഇമാജിൻ ചെയ്യുന്നത്. ഡേയ്, നടക്കുന്ന എല്ലാ കാര്യവും സ്വപ്നം കാണടേ. മാജിക് പവർ പോലും ഇല്ലാതെ നീ എങ്ങനെയാ അത് വെച്ച് പറക്കാൻ പോകുന്നത്? സോ അത്രയും നേരം കണ്ട സ്വപ്നം ഒറ്റയടിക്ക് അത് തകർന്നു പോകുന്നു. ശരി, തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്തിരിക്കും. എന്റെ ഈ ഗ്രിമോറി വെച്ച് തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്തിരിക്കും. ശരി വാ, നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. റോയൽ ക്യാപിറ്റലിൽ എത്തിയിട്ട് വേണം നമുക്ക് ട്രെയിലർ എങ്ങനെയാണെന്ന് കാണാൻ. സോ ആസ്ത അവിടെ നിന്ന് ഓടുന്നത് കണ്ട് യുനോ അവന്റെ പുറകെ തന്നെ ഓടുന്നു. ഓടി ഓടി തളർന്ന് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് വീണ്ടും ആസ്ത അവിടെ നിന്ന് ഓടുന്നു. ഡേയ്, പറയുന്നത് കേൾക്ക്, ഇങ്ങനെ ഓടിയെന്ന് വിചാരിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ആസ്തയെ പിടിച്ചു വെക്കുവാണ് യുനോ. അങ്ങനെ മഴയും വെയിലും കാട്ടുപന്നിയുടെ ആക്രമണവും എല്ലാ പ്രതിസന്ധികളും നേരിട്ട് ക്ലോവർ കിങ്ഡത്തിന്റെ റോയൽ ക്യാപിറ്റലിന്റെ മുമ്പിൽ അവരെത്തുന്നു. ഹേയ്, ഇത് കൊള്ളാമല്ലോ, ഇത് ഒരുപാട് വലുതാ. അങ്ങനെ അവസാനം നമ്മൾ റോയൽ ക്യാപിറ്റലിലോട്ട് വന്നിരിക്കുന്നു. ഇവിടെയാണ് വിസൈഡ് കിങ് ഉള്ളത്. ശരി വാ, നമുക്ക് പെട്ടെന്ന് പോവാം. തീർച്ചയായിട്ടും ഇതൊരു തുടക്കമായിരിക്കും, ഒരു വിസൈഡ് കിങ് ആവാനുള്ള എന്റെ തുടക്കം. അതെ, തീർച്ചയായിട്ടും ഞാനൊരു വിസൈഡ് കിങ് ആയി മാറിയിരിക്കും എന്ന് പറഞ്ഞ ആസ്ത അവിടെ നിന്ന് ഓടുന്നു. സോ ഒരു വലിയ ജേണിക്ക് ശേഷം ആസ്തയും യുനോയും ക്ലോവർ കിങ്ഡത്തിലെ റോയൽ ക്യാപിറ്റലിലോട്ട് വന്നിരിക്കുന്നു. ഇവിടെ വെച്ചാണ് മാജിക് നൈറ്റ് എൻട്രൻസ് എക്സാം നടക്കാൻ പോകുന്നത്. അതിലിവർക്ക് വിജയിക്കണമെങ്കിൽ ഇതേ ലക്ഷ്യവുമായി വന്ന മറ്റുള്ളവരുമായിട്ട് അവർ പോരാടേണ്ടി വരും.